കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കാർട്ടൂൺ ഡാനിഷ് എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പത്രം പ്രസിദ്ധീകരിച്ചത്. പ്രവാചകന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച ഒരനുഭവം. കാർട്ടൂണിൽ മാത്രം ഒതുങ്ങുന്നില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുനിന്ന് ശരാശരി ജനസംഖ്യ 640 കോടി ജനങ്ങളിൽ 132.4 കോടിയും മുസ്ലിങ്ങളാണ് എന്ന സത്യം മുസ്ലിങ്ങൾക്ക് പോലും അറിയാത്ത ഒരു സത്യമാണ്. ലോക ജനസംഖ്യയുടെ 5/1 മുസ്ലിങ്ങളാണ്. ലോകത്ത് 5 പേരെടുത്താൽ ഒരാൾ മുസ്ലിമാണ്. അത്ര വലിയ സമുദായമായി ഈ സമുദായം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹു വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുപ്രചരണങ്ങൾ ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹത്തായ ഇസ്ലാമിനെ പൂർത്തീകരിച്ച് നമ്മുടെ കയ്യിലേൽപ്പിച്ചത് അത് വാളുകൊണ്ടും യുദ്ധം കൊണ്ടും സംഘട്ടനങ്ങൾ കൊണ്ടുമാണ്. പ്രവാചകന്റെ വ്യക്തിജീവിതം വരെയുന്ന ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണല്ലോ. 9-ലധികം സ്ത്രീകളെ ഭാര്യമാരാക്കി വെച്ച പ്രവാചകൻ വിമർശിക്കപ്പെടുന്നു. 7-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച പ്രവാചകൻ 25 വയസ്സ് തനിക്കുള്ളപ്പോൾ 40-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് ചെയ്ത പ്രവാചകൻ. സാമാന്യ മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിമർശകരുടെ മുഴുവനും നാവടക്കിക്കൊണ്ടും ആക്ഷേപിക്കുന്നവരുടെ ഹാസ്യങ്ങൾക്ക് മുഴുവനും കാലഘട്ടം തന്നെ ശക്തമായിരിക്കുന്ന മറുപടിയും താക്കീത് നൽകിക്കൊണ്ടും ഇന്നും ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശനം നടത്തുന്ന മഖ്ബറ, വേൾഡിൽ തന്നെ, ലോകത്ത് തന്നെ ഒരു പ്രചരണവും പബ്ലിസിറ്റിയും കൂടാതെ മദീന മുനവ്വറയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖ്ബറയാണ്, റൗള ഷരീഫാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോ ഗവൺമെന്റ് ആളുകളെ ക്ഷണിക്കുന്നത് ടൂറിസത്തിന്റെ പേരിലാണ്. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു വകുപ്പ് ദിവസം ഒരു പേജ് മുഴുവൻ പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ടൂറിസത്തിന് വരാൻ ഇവിടെയുള്ള ക്ഷേത്രങ്ങളുടെ ഫോട്ടോ കൊടുത്ത്, പള്ളികളുടെ ഫോട്ടോ കൊടുത്ത്, ചർച്ചിന്റെ ഫോട്ടോ കൊടുത്ത്, പുഴയുടെ ഫോട്ടോ കൊടുത്ത്, വലിയ കെട്ടിടങ്ങളുടെ ഫോട്ടോ കൊടുത്ത്, രാജ്യത്തുള്ള ശുചിക്കാനുള്ള സൗകര്യങ്ങളുടെ ഫോട്ടോ കൊടുത്ത് ടൂറിസ്റ്റുകളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും. എന്നാൽ പ്രിയപ്പെട്ടവരെ, സൗദി അറേബ്യയിലേക്ക് ഇന്നും ഹജ്ജിനും ഉംറയ്ക്കും കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവരേക്ക് ആ രാജ്യം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്ത് എല്ലാവരും ടൂറിസത്തിന് വേണ്ടി ആളുകളെ പണം കൊടുത്ത് ഇന്റർനെറ്റിലും ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രചാരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുന്ന ഏക രാജ്യവും അതിന് തങ്കൂറ്റമുള്ള ഏക ഭരണകൂടവും ഏക നേതാവും ലോകത്തുനിന്ന് വന്നേ ഉള്ളൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് തന്നെ കണ്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം, പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനല്ല. 2 കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ളതാണ്. പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുള്ളൂ. പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഇസ്ലാം മഹത്വമില്ലാത്ത മതമായി ചിത്രീകരിക്കപ്പെടുകയാണ്. പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനല്ല. ഖുർആനും ഹദീസും ശരിവെക്കുന്നു.
ചരിത്രങ്ങൾ മുഴുവൻ സമ്മതിക്കുന്നു. ലോകത്തുള്ള മൂക്കി കീഴ്പ്പെട്ടുള്ള സകല ആളുകളും സമ്മതിച്ചിരിക്കുന്നു. പ്രവാചകൻ സാധാരണ മനുഷ്യനാണെന്നൊരു ഹിന്ദു പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സാധാരണ മനുഷ്യനാണെന്നൊരു ക്രിസ്ത്യാനി പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സാധാരണ മനുഷ്യനാണെന്നൊരു നിരീശ്വരവാദി പോലും പറഞ്ഞിട്ടില്ല. അസാധാരണത്വമുള്ള, അസാധാരണ വ്യക്തിത്വമുള്ള, അസാധാരണ വ്യക്തിപ്രഭാവമുള്ള വ്യക്തിത്വമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ? ഇസ്ലാമിന്റെ സ്ഥാപകനാണോ? അല്ല. ചില ആളുകൾ വലിയ കുപ്രചരണം നടത്തുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ നമ്മുടെ പ്രസംഗത്തിലും വരാറുണ്ട് അങ്ങനെയൊക്കെ ചില വാചകങ്ങൾ. നമ്മൾ സാധാരണ പ്രാസംഗികന്മാർ ഉദ്ധരിക്കുന്ന ഒരു വാചകമാണ് 1400 കൊല്ലം മുമ്പേ. 1400 കൊല്ലം മുമ്പേ 1400 കൊല്ലം മുമ്പേ എന്ന് കേൾക്കുന്ന ഓഡിയൻസിന്റെ മനസ്സിൽ ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ ഉണ്ടാവും. എന്താ അത്? അപ്പൊ ഇസ്ലാം ഉണ്ടായിട്ട് ആകെ 1400 കൊല്ലം ആയിട്ടുള്ളൂ. എന്താ ഈ 1400 ഇടക്കിടക്ക് നമ്മളിങ്ങനെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് എഴുതുന്നും പറയുന്നൊക്കെ ചെയ്യുന്നത്? ഇസ്ലാമിന്റെ കാലപ്പഴക്കമല്ല 1400 കൊല്ലം. 1400 കൊല്ലം മുമ്പ് ഉണ്ടായ മതമല്ല ഇസ്ലാം. നമ്മൾ 1400 എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പൂർത്തീകരണ വർഷത്തിന്റെ കാലകാര്യമാണ്. 1400 കൊല്ലം മുമ്പെയാണ് ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ദിവസം അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്ത് പ്രഖ്യാപനം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ആ സമയം, ആ ഘട്ടം, ആ സാഹചര്യം, അതാണ് 1400 കൊല്ലം. അല്ലാതെ ഇസ്ലാം ഉണ്ടായ വർഷമല്ല 1400 കൊല്ലം. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനല്ല. ലോകത്ത് ഒരു മതം പോലെയുള്ള മതമല്ല ഇസ്ലാം. ഇസ്ലാമിനോട് ഒരു പ്രസ്ഥാനത്തെയും ഒരു മതത്തെയും കമ്പയർ ചെയ്യുന്നത് അബദ്ധമാണ്, പാടില്ലാത്തതാണ്. അവിടെയാണ് എല്ലാവർക്കും അബദ്ധം പറ്റിയത്. ഈ ലോകത്ത് ഇസ്ലാമിനെ വിമർശിച്ച ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഒക്കെ പറഞ്ഞ മോനെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ച എല്ലാ വിമർശകന്മാർക്കും, എല്ലാ ഇസക്കാർക്കും പറ്റിയ അബദ്ധത്തിന്റെ അടിത്തറ ഇസ്ലാമിനെ മറ്റു മതങ്ങളോടും അള്ളാഹുവിന്റെ റസൂലിനെ മറ്റു വ്യക്തികളോടും കമ്പയർ ചെയ്തതാണ്. ഇത് രണ്ടും തെറ്റാണ്. ഇസ്ലാം മനുഷ്യനിർമ്മിതമല്ല, ചരാചാര നിർമ്മിതമല്ല. ഇസ്ലാമിന്റെ സ്ഥാപകൻ പ്രവാചകനല്ല, മനുഷ്യനല്ല, സൃഷ്ടിയല്ല. ഇസ്ലാമിന്റെ സ്ഥാപകൻ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഏകസ്വരത്തിൽ വിശ്വസിക്കുന്നു, അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിന്റെ സംവിധായകൻ, ബുദ്ധി, ഇസ്ലാമിന്റെ ബുദ്ധി അല്ലാഹുവിന്റെ ബുദ്ധിയാണ്. ഇസ്ലാമിന്റെ കൽപ്പന അല്ലാഹുവിന്റെ കൽപ്പന, ഇസ്ലാമിന്റെ നിർദ്ദേശം അല്ലാഹുവിന്റെ നിർദ്ദേശ, ഇസ്ലാമിന്റെ നിരോധനം അല്ലാഹുവിന്റെ നിരോധനങ്ങളാണ്. അല്ലാഹുവിന്റെ ബുദ്ധിയെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചലഞ്ച് ചെയ്തതാണ് ലോകത്ത് ഇസ്ലാമിനെ വിമർശിച്ചവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. നോക്കൂ നിങ്ങൾ, ഇസ്ലാം കാലഹരണപ്പെട്ടു പോയൊരു മതാണെന്ന് പ്രഖ്യാപിച്ചു പോയ തസ്ലീമ നസ്റിനടക്കം, വിശുദ്ധ ഖുർആൻ മാറ്റി എഴുതണമെന്ന് പറഞ്ഞ തസ്ലീമ നസ്റിനടക്കം, മുഹമ്മദ് നബി ഒരു സ്ത്രീ ലംബടനായിരുന്നു എന്ന് തന്റെ സാത്തറിക് വൈസസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ച സൽമാൻ റസൂലി അടക്കം അവർക്കൊക്കെ പറ്റിപ്പോയ അബദ്ധം ഇസ്ലാമിനെ മറ്റു ഇസങ്ങളുമായി കമ്പയർ ചെയ്തു. ആദ്യമേ മനസ്സിലാക്കണം, ഇസ്ലാം ചരാചാര നിർമ്മിതമായ പ്രസ്ഥാനമല്ല, മതമല്ല. അള്ളാഹുവിന്റെ ബുദ്ധിയാണ്, അള്ളാഹുവിന്റെ മതമാണ്. അള്ളാഹുവിന്റെ മതത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖുർആൻ നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടോ? മാ കാന മുഹമ്മദുൻ നബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതിമുൻ നബിയ്യീൻ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ ആരുടെയും ലോക്കൽ ഗാർഡിയനല്ല,
നിങ്ങളുടെ പിതാവല്ല, നിങ്ങളുടെ ലോക്കൽ ഗാഡികനല്ല. അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണ്? വലാകിൻ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. കേവലം റസൂൽ മാത്രമല്ല, വഖാതിമുൻ നബിയ്യീൻ, ലോകത്ത് ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി വന്ന എല്ലാ അമ്പിയാക്കൾക്കും സമാപനം കുറിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല നിയുക്തനാക്കിയ പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് സാധാരണ ഒരു പ്രവാചകനല്ല, സാധാരണ ഒരു മനുഷ്യനുമല്ല, വഖാതിമുൻ നബിയ്യീൻ, അന്ത്യപ്രവാചകനാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഖുർആൻ തന്നെ വേറെയും പറയുന്നല്ലോ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ. പ്രഥമദൃഷ്ടിയാ ഞാൻ നിങ്ങളെപ്പോലെ ഇരിക്കുന്ന മനുഷ്യനാണ്. കണ്ണുകൊണ്ടും വാക്കുകൊണ്ടും ശരീരത്തിന്റെ ആകൃതി രൂപം കൊണ്ടൊക്കെ പ്രഥമദൃഷ്ടിയാ ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണെങ്കിൽ പോലും, ആ പ്രഥമദൃഷ്ടിയ പോലും സാധാരണയ്ക്ക് വിരുദ്ധമായ സംഭവം എന്നിലുണ്ട്. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ് വന്നുകൊണ്ടിരിക്കുന്നു. വഹ്യ് വരിക എന്നുള്ളത് നിസ്സാര കാര്യമാണോ സുഹൃത്തുക്കളെ? വഹ്യ് വരിക എന്നുള്ളത് നിസ്സാര കാര്യമല്ലല്ലോ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദിവ്യ സന്ദേശം വഹ്യ് വരുന്നതിനെ സംബന്ധിച്ച് അവിടുത്തെ സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ വലഭാഗത്ത് സീറ്റ് ഉറപ്പിക്കുന്ന മഹാനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനും ചങ്ങാതിയുമാണ്. ഒരു സെക്കൻഡ് സമയം പോലും റസൂലുള്ളാഹിയോട് വിട്ടുപിരിയാത്ത ആളാണ്. ആ സിദ്ദീഖുൽ അക്ബറിന്റെ ശരീരത്തോട് റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം ചേർന്നിരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വഹ്യുമായി എത്രയോ ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിലേക്ക് പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി തങ്ങൾക്ക് വഹ്യ് ലഭിക്കുന്നു എന്ന് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കുന്നു? അല്ലാഹുവിന്റെ റസൂല് വിയർത്ത് മുങ്ങുന്നു, വിയർപ്പിൽ കുളിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് വഹ്യിന്റെ ശക്തി കൊണ്ട് റസൂലുള്ളാഹിന്റെ മുഖത്തിന് വ്യത്യസ്തമായ ഭാവങ്ങൾ ഉണ്ടാകുന്നു, വിയർക്കുന്നു പ്രവാചകര്. ഇത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. പക്ഷേ വഹ്യ് കൊണ്ടുവരുന്ന ജിബ്രീൽ എന്ന മലക്കിനെ സിദ്ദീഖുൽ അക്ബർ കാണുന്നില്ല. വഹ്യ് പറഞ്ഞു കൊടുക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ ശബ്ദം സ്വഹാബത്ത് കേൾക്കുന്നില്ല. ഈ അവസ്ഥയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങൾക്ക് ഏതു രൂപത്തിലാണ്, എങ്ങനെയാ വഹ്യ് വരുന്നത്? ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതായി കാണാം. എനിക്ക് വഹ്യ് വരുന്നത് നിസ്സാരമായിട്ടല്ല, രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടാ. റസൂലുള്ള പറയുന്നു, വളരെ പബ്ലിക്കായിട്ടാണ് വഹ്യ് വരുന്നത്. എല്ലാവരും കേൾക്കുമാർ ഉച്ചൈശ്വരത്തിലാ വഹ്യ് വരുന്നത്. റസൂലുള്ള പറഞ്ഞത് കസൽസുലത്തുൽ ജറസി, ഒട്ടകത്തിന്റെ കുതിരയുടെ കഴുത്തിൽ കാണുന്ന മണി പോലെ ഒരു വ്യക്തമായ ശബ്ദമുണ്ട് ജിബ്രീൽ വരുമ്പോ. അങ്ങനെ ഒരു മണിയടിക്കുന്ന ശബ്ദം മുഴക്കിക്കൊണ്ട്, ഒരു സൈറൻ പോലത്തെ ശബ്ദം മുഴക്കിക്കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വരുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ആ ശബ്ദം റസൂലുള്ള കേൾക്കുന്നു. ശരീരത്തോട് ചേർന്നിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് കേൾക്കുന്നില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് കേൾക്കുന്നില്ല. കാരണം അവരൊക്കെ സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് കേൾക്കാൻ പറ്റാത്ത അസാധാരണ ശബ്ദം അസാധാരണ വ്യക്തികൾക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം കൊണ്ടും അല്ലാഹുവിന്റെ റസൂൽ അസാധാരണക്കാരനാണ്. സാധാരണക്കാരനാണ് മുഹമ്മദ് നബി എന്ന വാദമാണ് ലോകത്ത് ഇസ്ലാമിന്റെ അടിത്തറ പുഴക്കിക്കളഞ്ഞത്. ഇസ്ലാമിനോട് ഇന്ന് കാണുന്ന സകല വിദ്വേഷവും, സകല വിരോധവും, സകല പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഉണ്ടാക്കാൻ കാരണമായത് അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാക്കുകയും പ്രവാചകനെ തരം താഴ്ത്താൻ ശ്രമിച്ചതും ആണ്. വളരെ വ്യക്തമായി നമുക്ക് പറയാം, മുഹമ്മദ് നബി സാധാരണക്കാരനല്ല. ലോകത്തെല്ലാവരും അങ്ങനെയാ പറഞ്ഞത്. ഇസ്ലാം മുഴുവൻ, ഇസ്ലാമിന്റെ ഖുർആൻ മുഴുവൻ, ഹദീസ് മുഴുവൻ, ഇജ്മാ മുഴുവൻ, ഖിയാസ് മുഴുവൻ, ചരിത്രം മുഴുവൻ, എല്ലാവരും സഹാബത്ത് മുഴുവൻ പറഞ്ഞു. ഒരൊറ്റ സഹാബി പോലും
മുഹമ്മദ് നബി നമ്മളെ പോലത്തെ ഒരാളാന്ന് പറഞ്ഞു. 14 കൊല്ലം, ഒന്നല്ല രണ്ടല്ല, 14 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരോ ചലനവും വീക്ഷിച്ച മഹാനായ അനസ്, എനിക്ക് റസൂലുള്ളാഹി തങ്ങളെ പറ്റി എല്ലാം അറിയാം. എനിക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അള്ളാഹുവിന്റെ റസൂല് മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതും ഒന്ന് കാണണോ. ലോകത്തിലെ ഏറ്റവും വലിയ നാണം കുണുങ്ങി നാണമുള്ള ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ, അവിടെ ശബ്ദം കേൾക്കാനില്ല, ഒന്നുമില്ലേ, സലാത്തിന് പിശുക്ക് വേണ്ട മോനെ. ഉറക്കെ പറഞ്ഞോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വേദി ഉണ്ടാക്കിയത്. റസൂലുള്ളാഹിന്റെ സലാത്ത് ഉറക്കെ പറയാനും ചെല്ലിപ്പിക്കാനും ചെല്ലാനും. കിട്ടുന്ന സമയം വെറുതെ ലാപ്സാക്കണ്ടല്ലോ. ആ ഒരു സലാത്ത് ഉറക്കെ ചെല്ലിന്ന് വെച്ചിട്ട് കൂലി കൂടുക എന്നല്ലാതെ കുറയുന്ന പ്രശ്നമല്ലല്ലോ. 14 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു എന്ന് പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരോ ചലനങ്ങൾക്കും കൂടെ നിന്ന അനസ്, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, പ്രവാചകന്റെ മലമൂത്ര വിസർജനം ഒന്ന് നേരിട്ട് കാണണം. പക്ഷെ അത് കാണാൻ പറ്റില്ലല്ലോ. ആയിഷ ബീവിക്ക് പോലും സാധിച്ചിട്ടില്ല. കൂടെ കിടക്കുന്ന ആയിഷ ബീവി എന്തേ പറഞ്ഞത്? ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകർ എന്റെ നഗ്നത കണ്ടിട്ടില്ല, ഞാൻ റസൂലുള്ളാഹിന്റെ നഗ്നതയും കണ്ടിട്ടില്ല. ഈ സ്റ്റേറ്റ്മെന്റ് പറയാൻ ലോകത്തൊരു ഭാര്യയ്ക്ക് കഴിയോ, ഒരു ഭർത്താവിന് കഴിയോ? നഗ്നത കാണുന്നത് തെറ്റാവട്ടെ, തെറ്റല്ലാതിരിക്കട്ടെ, ഏതാവട്ടെ, തെറ്റല്ല. ഒരു ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിന്റെയോ ആവാം, ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യയുടെയും. മറ്റാരുമില്ലാത്ത സമയത്ത് സാഹചര്യത്തിലാണെങ്കിൽ കാണാം, പക്ഷെ കാണാതിരിക്കലാണ് നല്ലത്. നഗ്നത കാണൽ മാനസിക പിരിമുറുക്കം വർദ്ധിക്കുമെന്ന് സൈക്കാട്രിസ്റ്റുമാർ ഇപ്പൊ പറയുന്നെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പ് അത് പറഞ്ഞു വെച്ചു. സ്വന്തം നഗ്നത പോലും നോക്കിക്കാണൽ മാനസിക ടെൻഷൻ ഉണ്ടാക്കി കളയും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് കളയണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ മാന്യത, സംസ്കാരം, ആയിഷ ബീവി പറയാ, ഒരിക്കൽ പോലും റസൂലുള്ളാഹിന്റെ നഗ്നത കണ്ടിട്ടില്ല. മുഹമ്മദ് നബി സ്ത്രീ ലംബടനാണെന്ന് എഴുതി വെച്ച ആൾക്കാരുണ്ടല്ലോ. എവിടുന്നാ ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചത് ഒരു പോലെ? നമുക്ക് അങ്ങോട്ട് കടന്നു പോകാണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാണ്ടായില്ലേ? ഇപ്പൊ കണ്ടങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടത് 7ാമത്തെ വയസ്സിലാണ്. വലിയ വിവാദമല്ലേ അതിപ്പോ ലോകത്ത് നടക്കുന്നത്? 7ാമത്തെ വയസ്സിലൊക്കെ പെണ്ണെട്ടാൻ പറ്റുമെന്ന മുസ്ലിയാരെ എന്തെങ്കിലും പറയണത്? നിങ്ങൾ ആലോചിച്ച് നോക്കാം. 7 വയസ്സുള്ള ഒരു കുട്ടിനൊക്കെ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ റസൂലുള്ള 2 വർഷം ഒരു പീരീഡ് കൊടുത്തു ആയിഷക്ക്. 9ാമത്തെ വയസ്സിലാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നത് എന്ന് പറഞ്ഞാൽ ഈ 2 വർഷത്തെ പീരീഡ് ഒരു മെച്ചൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, തിരിച്ചറിവ്. അല്ലെങ്കിൽ 7ാമത്തെ വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചിട്ട് 7ാമത്തെ വയസ്സിൽ തന്നെ അന്ന് ആ വീട്ടിൽ കൂടായിരുന്നല്ലോ. 7ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച പ്രവാചകര് 9ാമത്തെ വയസ്സിലെ ആയിഷ ബീവിയോട് ദാമ്പത്യ ജീവിതം തുടങ്ങിയുള്ളൂ. അള്ളാന്റെ റസൂല് മരിക്കുമ്പോ, വഫാത്താകുമ്പോ ആയിഷയുടെ പ്രായത്രയാ? വയലിന് ഉമ്മമാര് വന്നിട്ടുണ്ടാക്കും. അവിടെ ചോദിച്ചപ്പോ തോട്ടിലും കാട്ടിലും ഒക്കെ ഇരിക്കണമെന്നാ പറഞ്ഞത്. എല്ലാ വയലിലും ഇങ്ങനൊന്നും ആയാൽ പോരാ. പെണ്ണുങ്ങൾക്കൊക്കെ നല്ല സൗകര്യം ചെയ്ത് ഒരു നല്ല ഒരു മറ കൊടുത്താൽ ഇതിന്റെ അപ്പുറത്ത് തന്നെ കസേര കൊണ്ടുവന്ന് ഇരുത്തി സൗകര്യത്തിൽ കൊടുക്കാം. എല്ലാ വയലിലും ചെല്ലുമ്പോഴും LBയിലിടും. സ്ത്രീകൾക്ക് ഇരിക്കാൻ പ്രത്യേക സൗകര്യമുണ്ട്. അത് കണ്ടാൽ മനസ്സിലാക്കാൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്. ഈ വയൽ ഏറ്റവും അധികം കേൾക്കേണ്ടത് സ്ത്രീകളാണ്. കാരണം എന്താണെന്നറിയോ? നമ്മൾ സ്ത്രീകൾക്ക് കിട്ടുന്ന മിനിറ്റുകളും മണിക്കൂറുകളാണ് ഇങ്ങനത്തെ ഒരു ഓപ്പൺ ഒരു സദസ്സ്. നമുക്ക് പള്ളിയിൽ നിന്ന് പ്രഭാഷണം കേൾക്കാം, വെള്ളിയാഴ്ച കാണാം, 5 വഖത്ത് ജമാഅത്തിന് കാണാം, സമ്മേളനങ്ങളിൽ പങ്കെടുക്കാം, കൺവെൻഷനുകളിൽ പങ്കെടുക്കാം, മീറ്റിങ്ങുകളിൽ നിന്ന് കേൾക്കാം. പക്ഷെ അവർക്ക് കിട്ടുന്ന പക്കയായ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കുന്ന വേദികൾ മതപ്രഭാഷണ വേദികളാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ടവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷേപമല്ലാട്ടോ, ഒരു നിർദ്ദേശമായിട്ട് മാത്രം എടുക്കുക. സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല, മറ വേണമെന്നേ പറഞ്ഞോളൂ. 300 മീറ്റർ അപ്പുറത്തെ പെണ്ണിനിരുത്താവൂ എന്നുള്ള ആ ജാതീയതയൊന്നും ഇസ്ലാമിലില്ല, തൊട്ടുകൂടായ്മയില്ല. സ്ത്രീകൾക്ക് ഏറ്റവും അധികം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച മതമാണ്, നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. ഇരിക്കട്ടെ, അവിടേക്കാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന പെണ്ണുങ്ങൾ അവിടെ ഇവിടെയും കിടന്ന് ഉറങ്ങിപ്പോകരുത്, നല്ലോണം കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആയിഷ ബീവിയുടെ ചരിത്രത്തിലേക്ക് മനഃപൂർവ്വം കടന്ന അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രം മാറ്റിവെച്ച് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. 7ാമത്തെ വയസ്സിൽ ആയിഷ ബീവിനെ നിക്കാഹ് ചെയ്തു.
9ാമത്തെ വയസ്സിൽ ആയിഷ ബീവിയോട് കൂടെ ദാമ്പത്യ ജീവിതത്തേക്ക് കടന്നു. ഇതൊക്കെ എന്താ കാരണം? റസൂലുള്ള വഫാത്താകുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായം എത്ര? 17. +2 വിദ്യാർത്ഥിനിയുടെ പ്രായം. ആ ധൈര്യം നിങ്ങൾ അളക്കണം. +2 വിദ്യാർത്ഥിനിയുടെ പ്രായമുള്ള ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മരണശയ്യയിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം ആയിഷ ബീവി മടിയിൽ കിടത്തിയിട്ട് ലോകത്തിന്റെ മുഴുവനും നേതാവായ റസൂലുള്ളാഹിക്ക് മരിക്കാൻ വേണ്ടി വിരിമാറി ചാർത്തിക്കൊടുത്ത ആയിഷ ബീവി ഉണ്ടല്ലോ, ലോക ചരിത്രത്തിൽ റെക്കോർഡിട്ട വനിതയാണ്. ചഞ്ചലിപ്പില്ലാതെ, ചാഫല്യമില്ലാതെ, യാതൊരുവിധ ആശങ്ക സ്വാഭാവികവുമില്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹിക്ക് മരിക്കാൻ വേണ്ടി വിരിമാറി ചാർത്തിക്കൊടുത്ത ഒരു വിശുദ്ധ വനിതയാണ് ബീവി ആയിഷത്തു സിദ്ദീഖ. ഞാനൊരു ചോദ്യം ചോദിച്ചാലോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്. നിങ്ങളുടെ ഭർത്താവ് 98 വയസ്സായ ഭർത്താവാകട്ടെ, ഭാര്യക്കൊരു 86 പിടിച്ചോ. 86 വയസ്സുള്ള ഭാര്യയുടെ സന്നിധിയിൽ 98 വയസ്സ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടും വിസയും ടിക്കറ്റും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ കൺസിഡറേഷൻ കൊണ്ട് ജീവിച്ചു പോയതാ. നമ്മുടെയൊക്കെ ആയുസിന്റെ വില എത്രയും മോനെ മുടക്ക്. നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത്തോളം ഇനിയുണ്ട് ഒരു 10-500 കൊല്ലപ്പെടെ എന്നുള്ള കാട്ടിക്കൂട്ടല. പക്ഷെ ബജറ്റിൽ ഇസ്ലാം സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച മതാണ്. ഇപ്പൊ നമ്മുടെ നിയമസഭയിൽ ഇപ്പൊ ഈ മാർച്ച് മാസത്തിൽ ബജറ്റ് വരുന്നേ ഉള്ളൂ, പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതൊക്കെ 1 ഇയർ ബജറ്റാ. പക്ഷെ ഇസ്ലാമിന്റെ ബജറ്റ് ഇലാ യൗമുൽ ഖിയാമ വരെയുള്ള ബജറ്റാ. ആ ബജറ്റിൽ ആയുഷിന്റെ ബജറ്റും റസൂലുള്ളാഹി അവതരിപ്പിച്ചു. ആയുഷിന്റെ ബജറ്റ് എത്ര? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70. 60 to 70, 60 to 70. 60-70ന്റെ ഇടയിൽ എന്റെ സമുദായത്തിന്റെ ആയുസ് നിർണയിക്കപ്പെടും. 14 നൂറ്റാണ്ട് മുമ്പ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒക്കെ നിങ്ങൾ നോർമൽ മരണപ്പ് എത്രയാ? 50-60 കിടക്കണില്ല. പിന്നെ ചിലപ്പോൾ പറയും നമ്മുടെ നാട്ടിലിപ്പോൾ അഹമ്മദാജി മരിച്ചത് 96-ല, അപ്പുറത്തെ പോക്കരാജിക്ക് 88 എന്നിട്ട് മൂപ്പര് പോയിട്ടില്ലല്ലോ. ഉസ്താദ് ഇന്നലെ പറഞ്ഞത് 68-70. എന്താ ഇയാളെ നടക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ചില ഡിസ്കൗണ്ട് ഓഫറൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട്. നല്ല നല്ല ഉദ്യോഗസ്ഥന്മാർ റിട്ടയർഡ് ചെയ്താലും ഗവൺമെന്റ് സർവീസ് നന്നായ വീണ്ടും ഒരു 5 കൊല്ലം നീട്ടിക്കൊടുക്കും. ആ ഗുഡ് സർവീസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ സർവീസ് നന്നായവർക്ക് ആയുസ് വർദ്ധിപ്പിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, കുടുംബബന്ധം ചേർക്കുന്നവന്റെ ആയുസ് നീട്ടിക്കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. സദഖ ചെയ്യുന്നവന്റെ ആയുസ് നീട്ടിക്കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇതാണ് സർവീസ് നന്നാക്കുക. അങ്ങനെയുള്ള സർവീസ് നന്നായ ആളുകൾ ചിലപ്പോൾ ഒന്ന് വരെ ആളുകളൊക്കെ ഇങ്ങനെ 80-90 കഴിഞ്ഞു പോയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ വയസ്സ് 63. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് 63. മഹാന്മാരുടെയൊക്കെ മരണപ്പെട്ടത് 63-70ന്റെ ഇടയിലാണ്. അതും ഇവിടെ റസൂൽ പറഞ്ഞു വെച്ചിരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 85 വയസ്സുള്ള ഉമ്മ, അവളുടെ ഭർത്താവ് ഒരു 96 വയസ്സുള്ള ഭർത്താവ്. 85 വയസ്സുള്ള ഉമ്മൂമ്മയുടെ മുമ്പിൽ 96 വയസ്സുള്ള ഭർത്താവ് മരിക്കുമ്പോ അത് കണ്ടു നിൽക്കാനുള്ള ത്രാണി ലോകത്ത് ഏതെങ്കിലും ഒരു ഭാര്യക്കുണ്ടോ, ഒരു ഭർത്താവിനുണ്ടോ? അവിടെയാണ് ആയിഷ ബീവിയുടെ മനക്കരുത്ത് നിങ്ങൾ അടക്കേണ്ടത്. ഉമ്മമാര്, 17 വയസ്സുള്ള +2 പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ പ്രായമുള്ള ആയിഷ ബീവി കേവലം ഒരാളല്ല മരിപ്പിക്കുന്നത്, സ്വന്തം പ്രിയപ്പെട്ട ഭർത്താവിന്, എല്ലാത്തിനേക്കാളും ഒരു സ്നേഹിക്കുന്ന ഭർത്താവിന്, ലോകത്തിന് മുഴുവനും കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹിനെ എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ, അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഹസൻ ഹുസൈൻ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോ, ഫാത്തിമത്തു സഹറ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അലിയാര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, എല്ലാവരും വിതുമ്പി കരയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ തലയെടുത്തുകൊണ്ട് മടിയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് റസൂലുള്ളാഹിക്ക് മരിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത 17 വയസ്സുള്ള പെണ്ണാണ് ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ. ഞാനത് പറഞ്ഞത് എന്തിനാണെന്നറിയോ മോനെ? അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ അതിനു വേണ്ടിയല്ല. എന്താ കാരണം എന്നറിയോ? മുഹമ്മദ് നബി 7ാമത്തെ വയസ്സിൽ പെണ്ണിയെട്ടി, ഒരാക്ഷേപം. 9ാമത്തെ വയസ്സിൽ വീട്ടുകൂടി, മറ്റൊരാക്ഷേപം. നമ്മുടെ വിവാഹപ്രായം എത്ര ഇപ്പോൾ ഇന്ത്യയിൽ? പണ്ട് എന്ന് പറഞ്ഞാൽ 2 കൊല്ലം മുമ്പേ
21 വയസ്സ് പുരുഷനും 18 വയസ്സ് പെണ്ണിനും തികയണം. ഇപ്പൊ സുപ്രീം കോടതിയുടെ പുതിയ വിധി പ്രകാരം ഒരു ചെറിയ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി കൊണ്ടുവന്നു. എന്താ ഭേദഗതി? ഇപ്പൊ ആണിനും 18 വയസ്സ് കഴിഞ്ഞാൽ മതി, പെണ്ണിനും 18 വയസ്സ് കഴിഞ്ഞാൽ മതി. ഇപ്പൊ പറഞ്ഞതല്ലേ കോടതി? ആണിനും 18, പെണ്ണിനും 18. നേരത്തെ കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ആണിന് 21, പെണ്ണിന് 18. ഇപ്പൊ 18 + 18, രണ്ടാൾക്കും 18 മതി. ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ ജഡ്ജ്മെന്റ് നിങ്ങളൊരു ആവർത്തി വായിച്ചാൽ ഇസ്ലാമിലേക്കാണ് വരുന്നത്. സുപ്രീം കോടതി എന്താ പറയുന്നത്? ജഡ്ജ്മെന്റിൽ വിവാഹത്തിന്റെ പ്രായപരിധി കുറച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നത നീതിപീഠമായ ആദരവുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ്, സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണത്. ആ വിധിയുടെ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയാൽ അറിയാം. ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞത് വിവാഹത്തിന്റെ മാനദണ്ഡം പ്രായമല്ല, വിവാഹത്തിന്റെ മാനദണ്ഡം തിരിച്ചറിവാണ്. പ്രായമാണ് വിവാഹത്തിന്റെ മാനദണ്ഡം. ഈ കാന്തപുരത്തുണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ മുള്ളൂർക്കരയിലൊക്കെ ഉണ്ട്. ഒരു 36 വയസ്സുള്ള ഒരു മുഹമ്മദ് ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിച്ചില്ല. അവനെല്ലാവരും പൊട്ട മുഹമ്മദ് എന്നാണ് വിളിക്കുന്നത്. ഒരു വയസ്സ് 36ആയി. പ്രായമായിരുന്നുവെങ്കിൽ മുഹമ്മദ് പൊട്ടം മുഹമ്മദിനെ കൊണ്ട് 3 വട്ടം പെണ്ണെട്ടിക്കേണ്ട കാലം കഴിഞ്ഞു പോയി. ഒരാൾ പെണ്ണ് കൊടുക്കണില്ല. ഒരു 36 വയസ്സായില്ലേ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് പെണ്ണ് കൊടുക്കുന്നില്ല? മെച്ചൂരിറ്റി ഇല്ല, തിരിച്ചറിവില്ല. അതാണ് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. വിവാഹത്തിന്റെ മാനദണ്ഡം പ്രായമല്ല, തിരിച്ചറിവാ. അത് ലോകത്തിൽ നേരത്തെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 7ാമത്തെ വയസ്സിൽ കെട്ടുമ്പോ ആയിഷ ബീവിക്ക് തിരിച്ചറിവ് കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആയിഷ ബീവിനെ കാണാൻ പോകുമ്പോ റസൂലുള്ളാഹി തങ്ങൾ 7ാമത്തെ വയസ്സിൽ സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് ആയിഷ ബീവിനെ കാണാൻ പോകുമ്പോ ആയിഷ ബീവി കുട്ടികളോടുകൂടെ പാവക്കുട്ടികളെ കൊണ്ട് കളിച്ചിരുന്നു. ആ പ്രായത്തിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് 2 കൊല്ലം തിരിച്ചറിവ് കൊടുക്കാൻ വേണ്ടി ഒരു പിരീഡ് കൊടുത്തിട്ട് 9ാമത്തെ വയസ്സായപ്പോൾ പരിപൂർണമായി ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ ബീവിനെ ചൂണ്ടിക്കൊണ്ടാണ് പിന്നീട് റസൂലുള്ള പറഞ്ഞത്, ആയിഷ പണ്ഡിതയാണ്, ആയിഷ പണ്ഡിതയാണ്, ആയിഷ പണ്ഡിതയാണ്. 17 വയസ്സിൽ റസൂലുള്ള വഫാത്താകുമ്പോ 2500ഓളം വരുന്ന ഹദീസുകള് റിപ്പോർട്ട് ചെയ്ത ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിത ബീവി ആയിഷത്ത് സിദ്ദീഖ. വിഭാഗത്തിന്റെ പ്രായമല്ല മോനെ, തിരിച്ചറിവ. ഇപ്പൊ കോടതി വന്നുകൊണ്ടിരിക്കുക. ഇനി ഒരു 4 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ പ്രായം 18 വേണ്ട, അതൊക്കെ ഓരോരുത്തരെ വിട്ട് അനുസരിച്ച് നോക്കാവുന്നൊരു വിധി വരും. ഇൻഷാ അല്ലാഹ് വന്നേ പറ്റൂ കേട്ടോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം. നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. മനുഷ്യന്റെ ബുദ്ധിയല്ല. അള്ളാഹുവിന്റെ മതത്തിന്റെ അസാധാരണ പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ള പറയുന്നതും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഇൻഫർമേഷനാ. ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയണമെങ്കിൽ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വഹ്യ് ലഭിച്ചിട്ടല്ലാതെ തമാശയായാലും കാര്യമായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറയണമെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വഹ്യ് കിട്ടിയിട്ടല്ലാതെ പറയില്ല. അപ്പൊ റസൂലുള്ള പറയുന്നതും വഹ്യ് തന്നെയാണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇല്ലാതെ ഒരൊറ്റ ഹദീസ് പോലും റസൂലുള്ള പറഞ്ഞിട്ടില്ല. നിന്ന് വിശുദ്ധ ഖുർആൻ നേരിട്ടുള്ള വഹ്യാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നേരിട്ടല്ല, അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഇൽഹാമിയായി കൊടുക്കുന്ന, റസൂലുള്ളാഹിന്റെ കൽബിലിട്ട് കൊടുക്കുന്ന ആ ഇൻഫർമേഷൻ കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് മനുഷ്യബുദ്ധിക്കപ്പുറത്താ, മനുഷ്യബുദ്ധിക്കപ്പുറത്താ റസൂലുള്ള പറഞ്ഞത്. മനുഷ്യബുദ്ധിക്കപ്പുറത്താ ഇസ്ലാമിന്റെ കാര്യങ്ങള്. അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉരുക്കി തൂക്കാം. ഇപ്പൊ ഉദാഹരണം, കാറല്ല അതിന് ദാബത്തുള്ളർന്ന് പോയാലും നിങ്ങൾ അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്ക്. ഇപ്പോഴേ ഇന്ന് ടി വിയിലെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ഫ്ലാഷ് ന്യൂസ് എന്താണെന്നറിയോ? എന്താ?
ചന്ദ്രനിൽ മഞ്ഞ് കണ്ടെത്തീന. വായിച്ചില്ലേ? അല്ലെങ്കിൽ നാളത്തെ പത്രത്തിൽ ഒലക്ക മുക്കി വെണ്ടക്കയിലൊക്കെ കാണാം. ഏറ്റവും അപ് ടു ഡേറ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യമാണ് പറയണത്. ചന്ദ്രനില് മഞ്ഞ് കണങ്ങൾ കണ്ടെത്തി. ഒരു 10 ദിവസം മുമ്പേ മനോരമ ചാനല് 2009 ബെസ്റ്റ് മെൻ അവാർഡ് കൊടുത്ത് ആദരിച്ച ഒരു മഹത് വ്യക്തിത്വം നമ്മുടെ നാട്ടിലുണ്ട്. അതാരാ? ISROയുടെ മുൻ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ സാർ. അദ്ദേഹത്തെ ബെസ്റ്റ് മാൻ എന്നാണ് വിളിച്ചത്. ഇന്ത്യയിലെ ബെസ്റ്റ് മാൻ, ഏറ്റവും നല്ല മനുഷ്യൻ. എന്താണ് കാരണം എന്നറിയോ? ഈ ഇന്ത്യൻ ബഹിരാകാശ കേന്ദ്രമായ ISROയും അമേരിക്കൻ സഹായമായ നാസയുടെയും സഹായത്തോടെ പറഞ്ഞയച്ച ഒരു പേടകം ചന്ദ്രനിൽ പോയി മൂക്കുത്തി വീണ് അത് അവിടുന്ന് രണ്ടാമത് ഹയാത്താക്കി ഭൂമിയിൽ ഇറക്കിയപ്പോ അതിന്റെ തലപ്പ് പരിശോധിച്ച സയന്റിസ്റ്റുമാര് കണ്ടെത്തി ചന്ദ്രനിൽ വെള്ളത്തിന്റെ അംശമുണ്ട്. ഇപ്പൊ പറഞ്ഞത് മഞ്ഞിന്റെ അംശമുണ്ട് എന്നാ. രണ്ടും കൂടിയായ ഷുവറായിട്ടും ചന്ദ്രനിൽ വെള്ളമുണ്ട്. അപ്പൊ അത്യാവശ്യം ഇനി ആളുകൾ അങ്ങോട്ട് യാത്ര പോകാൻ തുടങ്ങുക. ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പ് എറിഞ്ഞു BSPയുടെ നേതാവ് മായാവതി. 4.5 ഏക്കർ സ്ഥലം ചന്ദ്രനിൽ 37 മേടിച്ച് അമേരിക്കയിലെ നെറ്റ് കമ്പനി മുഖാന്തരം റൈസ് ചെയ്തു. പോലെ റിയൽ എസ്റ്റേറ്റുകാർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. ഈ നാട്ടിൽ കൂടെ നടന്ന് വെറുതെ വില പേശിട്ട് നടക്കണ്ട. 10 റുപ്യ കൊടുത്ത് അവിടെ നോക്കി പണി. ഇനി ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ സ്ഥലക്കച്ചവടം തുടങ്ങാൻ പോണത്. അവിടേക്കാണ് ആളുകളൊക്കെ ഇനി കുടിയേറാൻ വേണ്ടി പോണത്. ഇതാണ് നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുര ഉസ്താദിന്റെ വീട്ടിൽ ഇന്ന് മൗലിദ് നടക്കുന്ന സമയത്ത് ഞാനിപ്പോൾ അവിടെ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഷെയ്ഖുന അവറുകൾ അവിടുത്തെ ജനങ്ങളെ ഓടിക്കൊടുത്ത ഒരു ആയത്ത് എന്താണെന്നറിയോ? സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. മോനെ, മാധവൻ നായർക്ക് ബെസ്റ്റ് മാൻ അവാർഡ് കൊടുത്തുകൊണ്ട് ആദരിക്കുന്നത് ചൊവ്വയിലേക്കൊരു സാധനം ചന്ദ്രനിലേക്കൊരു കുന്ത്രാണ്ടം പറഞ്ഞയച്ച അതിൻ്റെ തലപ്പത്ത് മഞ്ഞ് കഷ്ണം കണ്ടു എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല കേട്ടോ. നന്നാക്കിയിട്ടാണ് ഞാനും പറയുന്നത്. ഞാൻ എൻ്റെ ലോക്കൽ ലാംഗ്വേജ് പ്രയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതെടുത്തുകൊണ്ട് വേർപ്പ് വണ്ടക്കയിൽ നിർത്താൻ വേണ്ടി മെനക്കെടരുത്. വാചകങ്ങളിൽ തൂങ്ങിക്കിടക്കാൻ അപ്പം ഈ കേരളക്കാർക്ക് താമസം. വിവാദം ഉണ്ടാക്കുക, വാചക കസരത്ത് നടത്തുക, അത് വേണ്ട. മെറിറ്റിലേക്ക് നോക്കിയാൽ മതി, മെറിറ്റിലേക്ക് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് മാധവൻ നായരുടെ കണ്ടുപിടുത്തം അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഓർത്തുപോയിട്ടുണ്ടോ? ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് 2-ാം ആകാശത്തിലാണ്. ചന്ദ്രൻ അവിടെ തന്നെ 4-ാം ആകാശത്തിൽ നിൽക്കുന്ന സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് സൂര്യൻ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 15 കോടി പ്രകാശവർഷം അകലെയാണ്. ഭൂമി ടു സൂര്യൻ. കാന്തപുരം ടു നമ്മുടെ താമരശ്ശേരി ഇത്ര, കാന്തപുരം ടു പൂനൂർ ഇത്ര എന്ന് പറഞ്ഞ PWDക്കാരൻ മീറ്റർ പിടിച്ചിട്ട് കണക്കൂട്ടി പോയതാ. ഇങ്ങനെ മൊയിലേരപ്പം ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് ഇത്ര കിലോമീറ്റർ എന്ന് പറയാ. അങ്ങോട്ട് അളക്കാൻ പോയ ആൾ പിന്നെ ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ടും ഇല്ല, അങ്ങോട്ടും ഇല്ലാതെ ഇല്ലേ? 35,000 കിലോമീറ്റർ അടി അപ്പുറത്തേക്ക് പോയാൽ പിന്നെ ശൂന്യാകാശമായി, വായുവില്ലല്ലോ. അപ്പോൾ ഇതിന്റെ മീറ്ററും പിടിച്ചാണ്ട് പോയവന് എങ്ങനെ സൂര്യനിലേക്ക് ഇത്ര കിലോമീറ്റർ എന്ന് കിട്ടിയൊക്കെ ചോദിച്ചാൽ അത് കൊച്ചു കുട്ടികൾക്ക് ഇവർ അറിയുന്ന കാര്യമാണ്. പ്രകാശം കൊണ്ടുള്ള കണക്കൂട്ടലാണ്. പ്രകാശത്തിന്റെ വേഗത കൊണ്ടാണ് ഗ്രഹങ്ങളിലേക്കുള്ള കിലോമീറ്റർ അളക്കുന്നത്, അല്ലാതെ മീറ്റർ പിടിച്ചു പോയിട്ടല്ല. പ്രകാശത്തിന്റെ വേഗത വളരെ നേരത്തെയുള്ള കണക്ക് പ്രകാരം 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ ലോക്കൽ പ്രകാശത്തിന് കഴിയുമെങ്കിൽ അള്ളാഹു പ്രകാശത്തിന്റെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലായിക്കത്തെങ്കിൽ മലക്കുകളുടെ വേഗത എത്രയാ? സുബ്ഹാനല്ലാഹ്. സാധാരണ പ്രകാശത്തിന്റെ വേഗതയാ 3 ലക്ഷം. മലായിക്കത്തിന് അല്ലാഹു സൃഷ്ടിച്ചത് പ്രകാശത്തിന്റെ പ്രകാശം കൊണ്ടാ. അവർക്ക് 3 ലക്ഷമല്ല 30 ലക്ഷം 1 സെക്കൻഡ് കൊണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന് ഈ പ്രപഞ്ചം ആകെ ചുറ്റി സഞ്ചരിക്കാൻ 1 സെക്കൻഡ് വേണ്ടാന്നർത്ഥം. അസ്രായീൽ അലൈഹിസ്സലാം എന്ന മലക്കിന് ഈ ലോകമാകെ പ്രപഞ്ചമാകെ ചുറ്റി സഞ്ചരിക്കാൻ 1 സെക്കൻഡ് വേണ്ടാന്നർത്ഥം. നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ അവിടേക്കാ പോണത്. എന്തെന്നെ കണ്ടുപിടിച്ചാലും ഇസ്ലാമിനാ വിജയം. എന്തെന്നെ ലോകത്ത് പുരോഗമിച്ചാലും അത് ഖുർആനിനാണ് അംഗീകാരം. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഇരിക്കട്ടെ. 4-ാം ആകാശത്തിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യന്റെ 7 അയലത്തെത്തണമെങ്കിൽ 500 കൊല്ലം മനുഷ്യൻ ഇവിടെ പരീക്ഷണം നടത്തിയാലും 4-ാം ആകാശത്ത് കിടക്കുന്ന സൂര്യന്റെ അടുത്തേക്ക് എത്താൻ മനുഷ്യന് പറ്റൂല. എന്നാൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു റജബ് 27-ാമത്തെ രാവ് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത്, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ പ്രൊട്ടക്ഷനോട് റസൂലുള്ളാഹിനെ ജിബ്രീൽ കൊണ്ടുപോയി ഇറക്കി ബൈത്തുൽ മുഖദ്ദസിലെ. അവിടെ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് സിയാറത്ത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ എന്ന മലക്ക് ബുറാഖ് എന്ന വാഹനപ്പുറത്ത് കയറ്റി ഒന്നാം ആകാശത്ത് കൊണ്ടുപോയി. ആകാശം 2-ലും കടന്നു, 3-ഉം കടന്നു, 4-ഉം കടന്നു, 5-ഉം കടന്നു, 6-ഉം കടന്നു. 7-ാമത്തെ ആകാശത്തിന്റെ അപ്പുറത്തെത്തിയപ്പോൾ അവിടുത്തെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റാണ് സിദ്റത്തുൽ മുൻതഹ. 7-ാം ആകാശത്തിന്റെ ലാസ്റ്റ് പോയിന്റ് അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ കൊണ്ടുപോയി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക്. മോനെ അവിടെ കൊണ്ടുപോയപ്പോ കൂടക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കെന്തേ പറഞ്ഞത്? നബിയേ, സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്തേക്ക് ചരാചരങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊട്ടക്റ്റഡ് ഏരിയ, അല്ലാഹുവിന്റെ മേഖലയാ. അവിടേക്ക് ഒരു ചരാചരത്തിനും പ്രവേശനമില്ല. അതുകൊണ്ട് ഇനി റസൂലുള്ളാഹി ഇവിടുന്ന് ഒറ്റക്കങ്ങ് പൊക്കോളണം. അവർക്ക് വാഹനമില്ല, ബുറാഖുമില്ല, ജിബ്രീലുമില്ല, മലായിക്കത്തുമില്ല, ആരുമില്ല. ഇവിടുന്ന് തങ്ങൾ ഒറ്റക്ക് പോകണം. പേടിച്ചു പോലേ മോനെ. ഇതിലൊക്കെ നമ്മൾ വല്ലാതെ പരീക്ഷണം നടത്താണ്ട്. അള്ളാന്റെ റസൂല് ബഹിരാകാശത്തേക്ക് പോയ വാഹനത്തിന്റെ പേരെന്താ മോനെ? ബുറാഖ്. ആ വാഹനത്തിന് മുകളിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നോ? ഇല്ലേ. എഴുതി വെച്ചോളൂ, ഒരു 100 കൊല്ലം കഴിയുന്നതിന്റെ ഇടയ്ക്ക് ആധുനിക ലോകം കണ്ടുപിടിക്കും ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ വായുവിന്റെ അപ്പുറത്തേക്ക് കിടക്കാനുള്ള നിർദ്ദേശങ്ങൾ മനുഷ്യൻ കണ്ടുപിടിക്കാൻ പോകുക. അതൊക്കെ ഖുർആൻ വളരെ നേരത്തെ പറഞ്ഞു. ആകാശത്തേക്ക് പോകണമെങ്കിൽ പ്രത്യേക വാഹനമാണ്. മർസിഡീസും റോൾസ് റോയ്സും BMW ഒന്നും പോരാ. ആകാശത്തേക്ക് പോകണമെങ്കിൽ വേറെ വാഹനം വേണം. അതിന്റെ ഏറ്റവും വലിയ വാഹനമാണ് ബുറാഖ്. ബുറാഖിനേക്കാൾ വലിയൊരു വാഹനം സ്കൈലാബും ഇല്ല, അപ്പോളോ ഇല്ല. കാരണം ബുറാഖിന്റെ കൂട്ടത്തിൽ എങ്ങനെ പോയത്? റസൂലുള്ളാഹി ഓപ്പണായിട്ടാണ് പോകുന്നത്. മാസ്ക് ഇല്ല, ഓക്സിജൻ സിലിണ്ടർ ഇല്ല, വയറിംഗ് കുന്തും കുറച്ചക്കറൊന്നുമില്ല. റസൂലുള്ളാഹി നേരെ ബുറാഖിന്റെ പുറത്ത്. ആകാശം 4-ാം ആകാശം വരുന്ന റസൂലുള്ളാഹി സൂര്യൻ നിൽക്കുന്നതിന്റെ അപ്പുറത്ത് പോയി, ചന്ദ്രൻ നിൽക്കുന്നതിന്റെ അപ്പുറത്ത് പോയി, വ്യാഴം നിൽക്കുന്നതിന്റെ അപ്പുറത്ത് പോയി. 7-ാമത്തെ ആകാശത്തിന്റെ ലാസ്റ്റ് പോയിന്റ് എത്തിയപ്പോ അതാണ് പ്രപഞ്ചത്തിന്റെ ചെക്ക് പോസ്റ്റ്. പ്രപഞ്ചത്തിന്റെ ചെക്ക് പോസ്റ്റ് മോനെ. നിങ്ങൾ നോക്കിപ്പോ നമ്മള് കർണാടകയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കിടക്കുന്ന സ്ഥലത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, തലപ്പാടി ചെക്ക് പോസ്റ്റ്. ആ കേരള കർണാടക ചെക്ക് പോസ്റ്റാണ്. ഈ പാലക്കാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കിടക്കുന്നിടത്ത് വാളയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ വാളയാർ തമിഴ്നാട് കേരള ചെക്ക് പോസ്റ്റാണ്. ഇനി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് വാഗാ ചെക്ക് പോസ്റ്റ്. അവിടെയാണ് ഈ തീവ്രവാദികളും ഭീകരന്മാരും നോഞ്ഞുകാരലും മുടിയുള്ളലും വാളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതൊരു രാജ്യം തമ്മിലുള്ള ചെക്ക് പോസ്റ്റ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ ചെക്ക് പോസ്റ്റ് ഏതാണ്? വസിദ്റത്തുൽ മുൻതഹ മഖാമുഹു വഖാബ ഖൗസൈനി മത്ലൂബുഹു വൽ മത്ലൂബു മഖ്സൂദുഹു. 7-ാം ആകാശത്തിന്റെ ലാസ്റ്റ് പോയിന്റാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ്. അതിന്റെ അങ്ങേപ്പുറത്ത് പിന്നെ ലോകമില്ല. അതിന്റെ അങ്ങേപ്പുറത്ത് എന്തെന്ന് പറയാനുള്ള കഴിവ് മനുഷ്യനില്ല. അല്ലാഹു അലം. അവിടെ എത്തിയപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, നബിയേ, ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ ജിബ്രീലിന് അനുമതിയില്ലെങ്കിൽ പിന്നെ ചരാചരങ്ങളിൽ ആർക്കെങ്കിലും അനുമതിയുണ്ടോ? ജിബ്രീലിന് കടക്കാൻ പറ്റാത്തയിടത്തേക്ക് പിന്നെ ആർക്കാണ് പ്രവേശനം നൽകുന്നത്? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർത്തിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പിന്തിരിഞ്ഞപ്പോ അനന്തതയില്ലെന്ന് വിളിച്ചു തമ്പുരാനായ അല്ലാഹു, ഞാനല്ലയാണ്, കയറി വരൂ നബിയേ. റസൂലുള്ളാഹിക്കല്ല പ്രത്യേകമായിരിക്കുന്ന ചില കവചം കൊടുത്തു. റസൂലുള്ളാഹിക്കല്ല ശരീരത്തിന് പ്രത്യേകമായ ചില വെറൈറ്റികൾ കൊടുത്തു. മേഖല വിട്ട് കിടക്കണമെങ്കിൽ ജിബ്രീലിന് പറ്റാത്തത്, ജിബ്രീലിന്റെ ശരീരം അങ്ങോട്ട് പ്രവേശനമില്ലാത്തത്, അത് റബ്ബിന്റെ മേഖലയാണ്. റബ്ബിന്റെ മേഖലയിലേക്ക് കടക്കുന്ന ചരാചരത്തിന് റബ്ബ് കൊടുക്കുന്ന പ്രത്യേക പവർ കൊണ്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഭൂമി ലോകത്ത് പ്രപഞ്ചത്തിൽ വെച്ച് നമുക്ക് അല്ലാഹനെ കാണാൻ പറ്റാത്തത്.
അള്ളാനെ കാണാൻ, അള്ളാഹുവിനെ ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി പ്രപഞ്ചത്തിന് റബ്ബ് കൊടുത്തിട്ടില്ല. മനുഷ്യന് കൊടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞത്, ജിന്നിന് കൊടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിന് കൊടുത്തിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ തമ്പുരാനെ കാണാനുള്ള ഒരു ശക്തി, അത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഈ പ്രപഞ്ചത്തിനില്ല. അതുകൊണ്ടാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം തൂർ സിനാ പർവ്വതത്തിന്റെ മറുഭാഗത്ത് അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അള്ളാഹ് പറഞ്ഞില്ലേ മൂസാ നബി അത് വേണ്ടാന്ന്? വീണ്ടും വീണ്ടും മൂസാ നബി വാശി പിടിച്ചപ്പോഴോ അള്ളാഹു പറഞ്ഞില്ലേ എന്നാ നോക്കാന്ന്? നോക്കിയപ്പോ എന്താ ഉണ്ടായത്? അള്ളാഹുവിന്റെ കുതിർത്താകുന്ന തമ്പുരാന്റെ, നൂറായിരിക്കുന്ന തമ്പുരാന്റെ ചെറിയ ചെറിയ ഒരു സംഭവം ആ തൂർ സിനാ പർവ്വതത്തിന്റെ ഭാഗത്ത് മാറ്റൽ കൊണ്ടപ്പോൾ മൂസാ നബി അൺകോൺഷ്യസ് ആയി വീണുപോയി, ബോധരഹിതനായി വീണുപോയി. ഖുർആൻ പറഞ്ഞില്ലേ എന്താ കാരണം? അള്ളാഹുവിനെ കാണാനുള്ള കപ്പാസിറ്റി പ്രപഞ്ചത്തിന് അള്ളാഹ് കൊടുത്തിട്ടില്ല മോനെ. പ്രപഞ്ചത്തിലെ ഒരു ജീവജാലത്തിനും അതിനുള്ള മാൻ പവർ കപ്പാസിറ്റി അള്ളാഹ് കൊടുത്തിട്ടില്ല. അത് കൊടുത്തത് ഒരേ ഒരു ചരാചരത്തിനേ ഉള്ളൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ, മുഹമ്മദ് മുസ്തഫ. ഏഴാന ആകാശത്തിന്റെ തെക്ക് പോസ്റ്റ്, പ്രപഞ്ചത്തിന്റെ തെക്ക് പോസ്റ്റ് സിദ്റത്തുൽ മുന്തഖ റസൂലുള്ള വിട്ടുകിടന്നു. അതാണ് വഖാബ ഖൗസൈനി മത്ലൂബുഹു. അല്ലാഹുവും റസൂലും തമ്മിൽ അഭിമുഖ സംഭാഷണം നടത്തി അള്ളയും അള്ളാന്റെ റസൂലും തമ്മിൽ ഫേസ് ടു ഫേസ് നേരിടുന്നവര്. മൂസാ നബിക്ക് കിട്ടാത്ത പ്രത്യേകത, ഇബ്രാഹിം നബിക്ക് കിട്ടാത്ത പ്രത്യേകത, ലോകത്ത് ഒരു നബിമാർക്കും കിട്ടാത്ത പ്രത്യേകത, ജിബ്രീൽ എന്ന മലക്കിന് പോലും സാധിക്കാത്ത സംഭവം ലോകത്ത് സാധിച്ച ഒരേ ഒരു ഭാഗ്യവാനായ ചരാചരം, ഒരേ ഒരാൾ, ഒരേ ഒരു സിട്ടി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതാണ് റസൂലുള്ളാഹ്. അപ്പൊ റസൂലുള്ളാഹിക്ക് കൊടുക്കേണ്ടത് ബെസ്റ്റ് മാൻ 2009 അല്ല, ബെസ്റ്റ് മാൻ 2010 അല്ല, ഇലാ യൗമിൽ ഖിയാമ വരെയുള്ള എല്ലാ അവാർഡുകളും റിവാർഡുകളും ആദരവായ റസൂലുള്ളാഹിന്റെ കാലിന്റെ ചോട്ടിൽ വെച്ചാൽ ഈ അവാർഡുകളും റിവാർഡുകളും ഒക്കെ ഒന്നുമല്ലാതായി തീരുന്ന മഹത് വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴാ ലോകം ശാസ്ത്രം 2ാം ആകാശത്തിലെത്തിയിട്ടുള്ള പോലെ ഇങ്ങോട്ടൊക്കെ ശാസ്ത്രം 2ാം ആകാശത്തെത്തിയപ്പോ 14 നൂറ്റാണ്ട് മുമ്പ് 7ാം ആകാശം അപ്പുറം കിടന്നു. ഓക്സിജൻ ഇല്ലാത്ത വാഹനത്തിന്റെ പുറത്തു പോയി അള്ളാഹുവിന്റെ അജായിബുകൾ മുഴുവൻ കണ്ടു. സെക്കൻഡുകൾ കൊണ്ട് ഭൂമിയിൽ തിരിച്ചെത്തി നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റെക്കോർഡ് ഭേദിക്കാൻ നാസയുടെ വയ്യാപ്പ് വിചാരിച്ചാൽ പറ്റില്ല കേട്ടോ മോനെ, വെറുതെ മരിക്കടുക. മാക്സിമം ഈ 1000 കൊല്ലത്തിന്റെ ഉള്ളിൽ പോലും മനുഷ്യന് സൂര്യന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. സയൻസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചൊക്കെ അറിയാം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വൈദ്യുതി ക്ഷാമം എല്ലായിടത്തും ഉണ്ടല്ലോ, എന്നാലും ഇവിടെ വലിയ ക്ഷാമമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അല്ലേ? ആ വൈദ്യുതി ക്ഷാമം തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ അമേരിക്കയുമായി ആണവ കരാറിൽ ഒപ്പിടുന്നത് നമ്മുടെ രാജ്യം. എന്നാൽ സൂര്യനെ സംബന്ധിച്ച് പഠനം നടത്തിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഒരൊറ്റ ദിവസത്തെ സൂര്യനിൽ കത്തിയെരിയുന്ന ഹൈഡ്രജൻ, ഹീലിയം, ഈ 2 കെമിക്കൽ ഉണ്ടായാൽ ഖിയാമത്ത് നാൾ വരെ ലോകത്തെ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ അത് മതിയെന്ന. അല്ലാഹുവേ ജല്ല ജലാലുഹു റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. വെറുതെ അല്ല ആകാശത്തേക്ക് നോക്കാൻ അല്ലാഹ് പറഞ്ഞത്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. ഇതൊന്നും അല്ലാഹു വെറുതെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിത്വം ചില്ലറയല്ല. അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ മോനെ? അനസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഞാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദന അനസ് തങ്ങൾക്കൊരാഗ്രഹം. റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന അനസ് കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ മറ്റു പ്രവർത്തനങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ വീക്ഷിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖൽബിലൊരാഗ്രഹം തോന്നി, അള്ളാഹുവിന്റെ റസൂലിന്റെ മലമൂത്ര വിസർജനമെന്ന് കാണണം. കാരണം അള്ളാഹിന്റെ റസൂല് മനുഷ്യനാണോ മനുഷ്യനല്ല എന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹിന്റെ റസൂല് സാധാരണ മനുഷ്യനല്ല, സാധാരണക്കാരായ നമ്മുടെ അറിവ് ഔലിയാക്കള് മഹാന്മാര് പറഞ്ഞു പോയി അള്ളാഹിന്റെ റസൂല് മനുഷ്യനെയല്ല. ആയിഷ ബീബി പോലും പറഞ്ഞില്ലേ, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. വല്ല വീട്ടിലും അങ്ങ് ഉണ്ടെങ്കിൽ അവിടെ വെളിച്ചം വേണ്ട തനിയേ.
ഹബീബായ റസൂലുള്ള എൻ്റെ വീട്ടിലുണ്ടായാൽ പിന്നെ അവിടെ മെഴുകുതിരി വേണ്ട, ട്യൂബ്ലൈറ്റ് വേണ്ട, മണ്ണെണ്ണ വിളക്ക് വേണ്ട. വീട് മുഴുവൻ റസൂലുള്ളാഹിന്റെ മുഖത്തുനിന്ന് നിർഗളിക്കുന്ന പ്രകാശം കൊണ്ട് പ്രകാശിക്കുമായിരുന്നു. എൻ്റെ വിസാരത്ത് തലയണ കുത്താൻ ഞാൻ സൂചിയുടെ ഉള്ളിലേക്ക് നൂല് കോർക്കല് റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ നേരെ കൊണ്ടുപോയി പിടിച്ചിട്ടായിരുന്നു. അത്ര വലിയ പ്രകാശം ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖത്തിനുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ച മഹദിയാണ് ബീബി ആയിഷത്തു സിദ്ദീഖ. റസൂലുള്ളാഹിനെ വല്ലാതെ മനസ്സിലാക്കിപ്പോയി കേട്ടോ. നോക്കൂ, നമ്മളൊക്കെ എത്ര വലിയ ആളായാലും, നിങ്ങളെത്ര വലിയ ആളായാലും, ഞാനെത്ര വലിയ ആളായാലും, ഇവിടെ ഇരിക്കുന്ന ആരൊക്കെ എത്ര വലിയ ആളായാലും, നമ്മുടെയൊക്കെ ഭാര്യമാരുടെ അടുത്ത് നമ്മുടെ ശരാശരി ആക്ച്വലി തൂക്കും കപ്പാസിറ്റിയും ഭാര്യൻ്റെ അടുത്തുണ്ടാവും. എന്നറിയാം, നമ്മൾ വലിയ ആളായിരിക്കും, പേരും പ്രശസ്തി, അങ്ങനത്തെ ആളും അങ്ങനത്തെ ആളൊക്കെ ആവും. പക്ഷെ ഭാര്യക്കറിയാം ഇയാൾ ഏവറേജ് എത്ര ഉണ്ട്, കപ്പാസിറ്റി എത്ര ഉണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആൾക്കാരിങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ അല്ലേ. പക്ഷെ ആയിഷ ബീവിയെ പറ്റി പഠിക്കുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവി റസൂലുള്ളാഹിനെ എങ്ങനെയാ മനസ്സിലാക്കിയത്, റസൂൽ ആരായിരുന്നു ആയിഷ ബീവി മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് അറിയാൻ ഒറ്റ സംഭവം മതി. ആയിഷ ബീവി പറയാ, അള്ളാഹുവിന്റെ റസൂല് വായിലിട്ട് തേച്ചു വെക്കുന്ന അറാഖ് എന്ന് പറയുന്ന ബ്രഷ്, ടൂത്ത് ബ്രഷ്, അറാഖ് റസൂലുള്ള വായിലിട്ട് പല്ല് വെച്ചിരുന്ന ബ്രഷിന്റെ പേര് അറാഖ. അല്ല സിബാക്കയല്ല, കോൾഗേറ്റ് അല്ല, ഏങ്കറല്ല, ടമന് അറാഖ്. വായിൽ ട്യൂമർ ഇല്ലാതിരിക്കാൻ, വായിൽ ക്യാൻസർ ഇല്ലാതിരിക്കാൻ റസൂലുള്ള പറഞ്ഞു, ലൗലാ അന്ന ശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക് ഐ ഇൻദ കുല്ലി വുളൂഇൻ. വായിൽ ക്യാൻസർ ഇല്ലാതിരിക്കാൻ റസൂലുള്ളാഹിന്റെ സജഷൻ എന്താ? നേരം ഒരു ദിവസം ഒരു മുസ്ലിം ശരാശരി 5 നേരം പല്ലേക്കാൻ പറഞ്ഞു. നിങ്ങളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയ പല്ലിന് വയപ്പാണ്, പല്ലിന് പൊത്താണ്, പല്ല് വേദനയാണ്, പല്ല് വെക്കൽ വൃത്തിയാക്കി അവിടെയൊക്കെ പിരിച്ചുകൊണ്ട് വാ, സദസ്സിലൊക്കെ പോയി ചോദിച്ചു വാ, ബിസ്മില്ലാ നോക്ക്, എല്ലാവരും കൊടുക്കുക, കയ്യാവുന്നൊക്കെ സഹായിച്ചു കൊടുക്കട്ടോ. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ആമീൻ.